ഒരു പണിയായിട്ട് മൂന്ന് ക്യാപ്റ്റൻസിന് തോന്നി കാണും. അതാണ് ഇത്ര നെഗറ്റീവ് ആകാൻ കാരണം. അവന് ക്യാപ്റ്റൻസി നെഗറ്റീവ് മോർ ദൻ ലൈക്ക് ഇപ്പൊ ഇന്നാണെങ്കിൽ നമ്മൾ ലൈവില് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ആര്യന് കുറവ് ട്രബിൾ മേക്കർ ആയിരുന്നേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വലിയ പ്രശ്നക്കാരനായിട്ട് തോന്നിയില്ല അല്ലേ? നിങ്ങൾക്ക് തോന്നിയായിരുന്നു, നമുക്ക് തോന്നിയില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവന് ബിഗ് ബോസ് ഹൗസിലേക്ക് എടുക്കുമോ? നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര അൺഫെയർ ഇലക്ഷൻ. അരുൺ സണ്ണീനെയും കൂടെ വിളിച്ചാൽ കറക്റ്റ് ആവും. ഇപ്പോൾ ഷാനവാസിൻ്റെ കേസ് തന്നെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തും തെറ്റില്ല. അത്ര മെഡിക്കൽ കണ്ടീഷൻ ആയിട്ടുള്ള ആളെ കേസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ഫേസിൽ ലാസ്റ്റ് ഇപ്പം ഇനി 2 more weeks അല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ഫേസിൽ ഹെൽത്ത് കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണെങ്കിൽ ഹെൽത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇപ്പോൾ ഷാനവാസിൻ്റെ ഹെൽത്ത് ഷാനവാസിൻ്റെ ഫൈനാണെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒരു സ്റ്റാൻഡിൽ തന്നെ ഒരാളുടെ ഭാഗം മാത്രം ചോയ്സായിട്ട് തോന്നി. അതായത് ആ ഒരു ലാലേട്ടന് ഇസ് ദ ബെസ്റ്റ് ഹോസ്റ്റ്. നിങ്ങൾ എന്നെ കുഴപ്പിക്കാണ്ട് ഇത് ചോദ്യം ചോദിക്കല്ലേ? ഇപ്പൊ രണ്ടുപേരുടെയും ഭാഗത്ത് നമ്മളുടെ ഈ ഗേൾസ്, ഈ പട്ട ഗേൾസ് അല്ലേ, അപ്പോൾ അവരും കുറേ മറ്റേ എരി കയറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവർക്കും കൂടെ നല്ല ചീത്ത കേൾക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നെവിനും അക്ബറും ആര്യനും കേൾക്കണ പോലെ തന്നെ ഇവരും നല്ലോണം വെസൽ ക്യാപ്റ്റൻ ചെയ്തിട്ട് അവരുടെ പണി ചെയ്തില്ല. അപ്പോൾ അവർക്ക് ചെയ്യാത്ത പണികൾ അവർ ചെയ്യാത്തതുകൊണ്ട് അതും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാനായിരുന്നു എന്ന് എനിക്ക് തോന്നി. മാത്രമായിരുന്നു ബിഗ് ബോസ് കാണിച്ചത് ആയിട്ട് തോന്നി കഴിഞ്ഞ എപ്പിസോഡ്. ഏറ്റവും കൂടുതൽ ഗെയിം അവിടെ കളിച്ചത്, ടു ബി ഫ്രാങ്ക്, ഏറ്റവും കൂടുതൽ അവൻ സ്പോർട്ടി ആയിട്ട് കളിച്ച ഒരാളാണ്. ഇവന് കിട്ടിയ വോട്ട്, ആര്യന് വോട്ട് മറിഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ്. ലൈക്ക് ഇപ്പൊ ഇവന് കിട്ടേണ്ട വോട്ട്, അതായത് ഇവന് വോട്ട് ഇത്രയും കുറവെന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഡൂയിങ് ക്വൈറ്റ് വെൽ. അറിയില്ല എന്താ വാട്ട് വെന്റ് റോങ് എന്ന് അറിയില്ല. കാരണം ഹി വാസ് ഡൂയിങ് റിയലി വെൽ. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി തന്നെ ഇവനെയാണ് എല്ലാവരും കുറവ്. മീൻസ് അവൻ അത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ നിന്നിട്ടുണ്ടാവും, പക്ഷെ അത് അറിയില്ല. സാബുമാൻ അവിടെ നിൽക്കുമ്പോഴാണ് ആര്യം പുറത്താവുന്നത്. അതിനെക്കുറിച്ച് എന്താ? നിങ്ങളൊക്കെ എന്താണ് ഈ കാര്യങ്ങൾ ഏഷ്യനെറ്റും ജിയോനെറ്റിന്റെയും ജിയോന്റെ റീൽസിനടിയിൽ എഴുതാത്തെ? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്റ്റീവ് അല്ലാഞ്ഞിട്ട് പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓരോ തവണ എവിറ്റ് അല്ല എന്ന് അറിയുമ്പോൾ പുള്ളി തന്നെ ഞെട്ടുവാണ്. അപ്പൊ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ ആരെയും ഒരിക്കലും പുറത്താവേണ്ട ആളല്ല. അപ്പം അതിനോട് എന്താണ് പറയുക? നിങ്ങൾ അതേ അഭിപ്രായം തന്നെ? ലാലേട്ടൻ ലാലേട്ടൻ പറഞ്ഞു ചിലപ്പോൾ മേ ബി എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ. So he did his best and maybe this is what he deserved. Aryan is a very sportive person. അവൻ ഈ സ്പോർട്സ്മാൻ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അത് തന്നെയാണ് അവൻ. കാരണം ഇപ്പോൾ എവിക്റ്റായി കഴിഞ്ഞപ്പോഴും അവനും ഡെഫിനറ്റ്ലി നമുക്കൊക്കെ ഉള്ള അതേ പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ഹി വുഡ് ബി ഇൻ ദ ടോപ്പ് 5 ബിക്കോസ് ഹി വാസ് ഡൂയിങ് വെരി വെൽ. പക്ഷേ ഈസ് ലൈക്ക് ദിസ് ഇസ് എ ഗെയിം, നമുക്ക് നെക്സ്റ്റിന് നല്ലത് നോക്കാം. അപ്പോൾ ആര്യൻ ഇസ് ഓൾവേസ് എ വെരി സ്പോർട്ടീവ് പേഴ്സൺ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ആര്യൻ. ആര്യനായിട്ട് സംസാരിച്ചപ്പോഴും ഈ സങ്കടമാണോ അതോ എങ്ങനെയാണ്? ഹി വാസ് ലൈക്ക് ഓക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഐ മീൻ ഹി വാസ് വെരി കൂൾ. അവൻ നമ്മൾ ഗെയിംസിൽ മറ്റേ ബിഗ് ബോസിൽ കാണുന്ന പോലെ ടാസ്ക് പോട്ടെ ലീവ് ഇട്ട് പറഞ്ഞാൽ അവന് ക്രിക്കറ്റർ അല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലുള്ള ഒരു ആളാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമൻ കാർഡ് ഇറക്കുന്നത് അറിയാലോ. അവസാനത്തെ 5-ൽ ആരും ഉണ്ടായിരുന്നു. ടോപ്പ് 5 എന്താ ആരായിരിക്കും എനിക്കറിയില്ല. ടോപ്പ് 5 ഇനി അടുത്ത ആഴ്ച കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുമോൾ എന്തെങ്കിലും ഉണ്ടാവും തോന്നുന്നു. വെരി സ്ട്രോങ്. സാബുമാൻ ഉണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാബുമാൻ തോന്നുന്നു ലൈക്ക് ദുബായ് ലോട്ടറി ഒക്കെ സാബുമാനെ കൊണ്ടിരിപ്പിക്കാം. പിആറില്ലെങ്കിൽ ഒരു അർഹന വിജയം കൈവരിക്കാൻ അർഹനായിരിക്കും. ഇപ്പൊ ആർക്കും PR ഇല്ല എങ്കിൽ ആരും ചിലപ്പോൾ കപ്പടിച്ചു. കപ്പടിക്കാൻ ആർക്കും PR